ഹായ്, ദിസ് ഇസ് ഡോക്ടർ അർജുൻ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പലരും ഈ സ്പ്ലിറ്റൻസ് കാരണം ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഹെയറിൻ്റെ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ, ഹെയർ ഷാഫ്റ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ ഡാമേജ് ആവുക, എന്നിട്ടത് ഉള്ളിൽ നിന്ന് അതിൻ്റെ ഇന്നർ കോർ വിസിബിൾ ആവുക, എന്നിട്ട് അത് പുറത്തേക്ക് ഇങ്ങനെ പല നാര് പോലെ കാണപ്പെടുക, ഈ ഇമേജിൽ കാണുന്നത് പോലെ. അപ്പോൾ ഇതാണ് ആക്ച്വലി സ്പ്ലിറ്റൻസ്. അതായത് ഔട്ടർ കോർ, പ്രൊട്ടക്റ്റീവ് ഔട്ടർ കോർ ഡാമേജ് ആയിട്ട് ഉള്ളിൽ ഭാഗം വിസിബിൾ ആയിട്ട് അത് പുറത്തേക്ക് നാര് പോലെ രണ്ടായിട്ടും മൂന്നായിട്ടും സ്പ്ലിറ്റ് ആയിട്ട് കാണുക. അതാണ് സ്പ്ലിറ്റൻസ് ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പല കാര്യങ്ങളുകൊണ്ടുണ്ടാവും. ഫിസിക്കൽ സ്ട്രെസ്, അതായത് ഹെയർ ഓവറായിട്ട് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, അതുപോലെ ടൈറ്റായിട്ട് ഹെയർ കെട്ടി വെക്കുക, അതുപോലെ വെറ്റ് ഹെയർ നന്നായിട്ട് ചെയ്യുക, ഇത് കാരണമൊക്കെ ഈ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. പിന്നെ ഹൈ എക്സ്പോഷർ, UV റേസ് ആയിട്ട് ഹൈ എക്സ്പോഷർ കാരണം ഈ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. ഭയങ്കര ഡ്രൈ വിൻഡ്, ഭയങ്കര എക്സ്ട്രീം കോൾഡ്, ഇതൊക്കെ കാരണം സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ബേസിക്കലി ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 8 മുതൽ 12 വീക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സ്പ്ലിറ്റൻസിൻ്റെ ആ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഹെയറിൻ്റെ എൻഡിൻ്റെ ഭാഗത്ത് ഒന്ന് മുടി കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒന്ന് മൈൽഡായിട്ട് ഹെയറിൻ്റെ എൻഡിൽ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ടൈറ്റായിട്ട് കെട്ടാതിരിക്കുക, അതായത് ഹെയർ ടൈറ്റായിട്ട് ടാങ്കിൾ ചെയ്യാതിരിക്കുക. രാത്രി കിടക്കുമ്പോൾ ടൈറ്റായിട്ട് നമ്മൾ കെട്ടിയിട്ട് അങ്ങനെ കിടക്കാതിരിക്കുക, അതൊക്കെ സ്പ്ലിറ്റൻസ് കൂടും. പിന്നെ കഴിയുന്നതും സിൽക്കി പില്ലോസ് യൂസ് ചെയ്യുക, സിൽക്കി കവറുള്ള പില്ലോസ് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രിക്ഷൻ കാരണം ഹെയർ പൊട്ടുന്നത് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് സ്പ്ലിറ്റൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇനി സ്പ്ലിറ്റൻസ് കൺട്രോൾ ചെയ്യാൻ, ഓൾറെഡി ഉള്ള സ്പ്ലിറ്റൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ പാക്ക് ഏതാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.